പ്രവചനങ്ങളെ യാഥാർത്ഥ്യമാക്കും വിധമായിരുന്നു ഫ്രഞ്ച് തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നത്. ഫ്രഞ്ച് പ്രസിഡന്റായി ഇമ്മാനുവൽ മാക്രോൺ തിരഞ്ഞെടുക്കപ്പെട്ടു. 65% വോട്ട് നേടിയ ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ഫ്രാൻസിന്റെ 25ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിതീവ്ര വലതുപക്ഷ നേതാവായ മരിയൻ ലെ പെന്നിനെയാണ് മിതവാദി പാർട്ടിയായ എൻ മാർഷിന്റെ സ്ഥാനാർത്ഥി ഇമ്മാനുവൽ മാക്രോൺ തോൽപ്പിച്ചത്. 34% വോട്ടുകളാണ് മരീന് നേടാനായത്. ഔദ്യോഗികമായ ഫലം വ്യാഴാഴ്ചയാണ് പ്രഖ്യാപിക്കുക. വിജയത്തോടെ ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാവുകയാണ് മാക്രോൺ. ജനങ്ങൾ തന്നിലേർപ്പെടുത്തിയ വിശ്വാസത്തിന് നന്ദി പറയുന്നുവെന്നും ആ വിശ്വാസം താൻ കാത്തുസൂക്ഷിക്കുമെന്നും ഫലം വന്നതിനു ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ മാക്രോൺ പറഞ്ഞു. അതേസമയം യൂറോപ്യൻ യൂണിയൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഫലമാണ് പുറത്തുവന്നത്. സാമ്പത്തിക ഉദാരീകരണത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് മാക്രോണിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോകുന്ന നിലപാടുകളായിരുന്നു മരിയൻ ലെ പെന്നിന്റേത്. അതുകൊണ്ട് തന്നെ മാക്രോണിന്റെ വിജയം യൂറോപ്യൻ യൂണിയന് ആശ്വാസം പകരുന്ന ഒന്നാണ്. അതോടൊപ്പം ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ആകെ 65% ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം. വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടങ്ങൾ തുടങ്ങി കുറഞ്ഞ രീതിയിലായിരുന്നു വോട്ടിംഗ് പുരോഗമിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്റെ പരാജയം അംഗീകരിക്കുന്നതായി മരീൻ ലെ പെൻ അറിയിച്ചു. മക്രോണിനെ ഫോണിൽ വിളിച്ച് അവർ അഭിനന്ദനം അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ, ബിൽ ക്ലിന്റൺ തുടങ്ങി നിരവധി ലോക നേതാക്കളും ഇമ്മാനുവൽ മാക്രോണിന്റെ വിജയത്തിന് അഭിനന്ദനം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്